വിളിക്കുന്നത്. വാട്ട് ഈസ് ചൈൽഡ് ഡെഡിക്കേഷൻ ആക്ച്വലി? ശിശു പ്രതിഷ്ഠ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഡെഡിക്കേഷൻ, ചൈൽഡ് ഡെഡിക്കേഷൻ എന്നൊക്കെ പറയും. So let me just clarify something before I enter into that ministry and some exhortation from the Bible. Child dedication is not a mandatory doctrine or mandatory thing, or it is not something, it is not very strictly required from the biblical point of view. വേദപുസ്തക അടിസ്ഥാനത്തിൽ it is not something that a kind of an observation that everyone should do. We follow two observations. രണ്ട് പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളാണ് ദൈവസഭ വേർപെട്ട ദൈവമക്കൾ അനുഷ്ഠിക്കുന്നത്. That is, one is the baptism, adult baptism, and the second one is the Lord's Supper. സ്നാനവും അതോടൊപ്പം തന്നെ കർത്തുമെസ്സ ശുശ്രൂഷയുമാണ് ദൈവം അനുഷ്ഠിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So child dedication is coming outside of this context. ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. So that is why I said child dedication is not something biblically required. എന്നാൽ അത് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തെറ്റില്ല. According to the Old Testament perspective, child dedication എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. ശമൂവേൽ ബാലൻ ഉണ്ടായപ്പോൾ ഹന്ന എന്ത് ചെയ്തു? ആലയത്തിൽ ചെന്ന് ദൈവത്തിന് വേണ്ടി ആ പൈതലിനെ സമർപ്പിച്ചു. തിരിച്ച് ഹന്ന വീട്ടിലേക്ക് പോയത് ഒറ്റയ്ക്കാണ്. ആലയത്തിൽ എന്ത് ചെയ്തു? ശമൂവേലിനെ വിട്ടേച്ചാണ് പോയത്. ഇന്ന് ജോൺസനോടും ജീനയോടും കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് പോസിബിൾ നൗ. എന്നാൽ പഴയ നിയമത്തിൽ ശമൂവേലിനെ ദൈവാലയത്തിൽ ചെന്ന് സമർപ്പിച്ചു. ഹന്ന ചെന്ന് സമർപ്പിച്ചു. ഇറ്റ് ഈസ് ഫോർ ഗോഡ്, ഗിവിങ് എ ചൈൽഡ് ടു ഗോഡ്. അതായിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ പ്രത്യേകമായി കണ്ടത്. അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് മാറ്റുന്നതിനെയാണ് പ്രത്യേകിച്ച് ചൈൽഡ് ഡെഡിക്കേഷൻ, ശിശു പ്രതിഷ്ഠ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സെക്കൻഡ്ലി, ലെറ്റ് മീ ഓൾസോ ക്ലാരിഫൈ ദാറ്റ് ദിസ് മിനിസ്ട്രി ഈസ് നോട്ട് സാൽഫിഫിക് ഇൻ നേച്ചർ. കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് സ്വർഗരാജ്യം ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് സാൽഫിഫിക്. ഇത് രക്ഷയ്ക്ക് ഒരു നിദാനമായ കാര്യമല്ല. സമുദായ സഭകളിലൊക്കെ മാമോദീസ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് പോലെ ശിശുപ്രതിഷ്ഠ ഒരിക്കലും ഒരു വ്യക്തിയെ സ്വർഗത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ ഒരു രക്ഷ പകർന്നു കൊടുക്കാൻ പറ്റുന്നൊരു ശുശ്രൂഷയല്ല. ആ കുഞ്ഞൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷാനിർണയം പ്രാപിക്കത്തക്ക നിലയിലുള്ളൊരു ശുശ്രൂഷയല്ല ഇത്. മുതിർന്നു വരുമ്പോൾ ജോൺസൻ്റെ കുഞ്ഞും എന്ത് ചെയ്യണം? കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് രക്ഷ സ്വന്തമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. സോ ചൈൽഡ് ഡെഡിക്കേഷൻ ഇസ് നോട്ട് സാൽഫിഫിക് ഇൻ ഇറ്റ്സ് നേച്ചർ. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ബാപ്റ്റിസം ഓൾസോ ആൻഡ് ഇൻഫന്റ് ബാപ്റ്റിസം ആസ് യു സേ. ദാറ്റ് വാട്ട് ഈസ് ദിസ്? ഈ ശുശ്രൂഷ എന്താണ്? ഇത് മറ്റൊന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് we are thanking God, receiving God's gift with a sense of joy and responsibility. ദൈവം പ്രിയ ജീനയ്ക്കും ജോൺസനും ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ we are just receiving that God's gift with a sense of joy as well as responsibility. So today it is not child dedication going to happen here. It is going to happen here parents dedication. A kind of a responsibility they are going to entrust upon themselves to nurture the child in godly wisdom and in the godly experience. So the name should be parent dedication today. ഇതിനെ ശിശു പ്രതിഷ്ഠയെന്നോ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയെന്നൊക്കെ പറയുമ്പോഴും it is that the parents are going to commit themselves before Lord to take care the God's gift. And also this is sometime we can say this ministry would be modeling Jesus' love for the little one. സ്വർഗസ്ഥന യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ. ശിഷ്യന്മാർ പറഞ്ഞു അവരെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറയുന്നത്? അവരെ എൻ്റെ അടുക്കലേക്ക് വിട്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവരുടെ തലമേൽ കൈവച്ച് അനുഗ്രഹിച്ച് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. So this is when we do this ministry, we are modeling Jesus' love. Modeling Jesus' love for that little baby. ആ കുഞ്ഞിന് വേണ്ടി യേശുവിൻ്റെ സ്നേഹം അവനിൽ പ്രദർശിപ്പിക്കാനുള്ള ആ കുഞ്ഞിന്മേൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു സമയമാണ്. And of course, as I said,
It is a commitment. It is a dedication for the parents to commit your life to raise your child in accordance to know God, follow God. Praise the Lord. പത്യോപദേശത്തിൽ വളർത്താനായി. Ephesians 6 chapter 6 verse 4. 6 verses 4. മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. പത്യോപദേശത്തിൽ അവരെ വളർത്തണമെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. So this is a commitment for parents to receive that God-given gift and nurture that child in accordance to knowing God and following Him. Praise the Lord. Let me also exhort Johnson and Gina as well as all other parents here. This child that you are carrying with you is not yours. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചു പോകണ്ട. Of course it is yours, but this is not yours. This is God's heritage. സങ്കീർത്തനം 127:3 എന്താ പറയുന്നത്? മക്കൾ യഹോവ നൽകുന്ന അവകാശം. So it is God's inheritance. It is God's property. It is been handed over to you. ദൈവം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുകയാണ്? തരികയാണ്. ഫോർ എ ടൈം ബീയിങ്. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ യു നീഡ് ടു ടേക്ക് കെയർ, യു നീഡ് ടു നർച്ചർ, യു നീഡ് ടു ഡെവലപ്പ്, യു നീഡ് ടു മേക്ക് ദാറ്റ് ചൈൽഡ് ഹോളി. പ്രൈസ് ദി ലോർഡ്. ആ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അസ്ത്രം ഒരിക്കലും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ റോ മെറ്റീരിയൽ. ഞാനൊരു പേരൻ്റൽ കൗൺസിലിംഗ് സെക്ഷനിൽ ഞാൻ ആ ഭാഗം സംസാരിച്ചിരുന്നു. വീരൻ്റെ കയ്യിൽ ഒരിക്കലും അസ്ത്രം, ഇറ്റ് ഇസ് നോട്ട് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. വീരൻ, ദ വാരിയർ, does not have the arrows with him as a finished product. He need to go into the forest and hunt some kind of the trees, branches and make arrows for his use. തനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് ഉണ്ടാക്കിയെടുക്കണം. So the little baby that is with you, it's a raw material. അതിന് യാതൊരു ഫോർമേഷനും സംഭവിച്ചിട്ടില്ല. It is your task to form, build that baby. Praise the Lord. Hallelujah. ലോകത്തിൽ ആരും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല. Nobody in this world is been born as a criminal or as a thief or an evil person. It is because all happens on the orientation that the child gets. ആ കുട്ടിക്ക് ലഭിക്കുന്ന ഓറിയൻറ്റേഷനാണ് ആ കുഞ്ഞ് പിന്നത്തേതിൽ എന്തായി മാറുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. So nobody in this world is born as evil men or thief or murderer or criminal, as well as nobody is born as doctor, engineer or anybody else. ആരുമല്ല. It's just a raw fact giving it to your hand. And it is your desire how you need to develop your child. നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്നുള്ളത് നിങ്ങളുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു നിയോഗമാണ്. So the ownership is totally for God. For a time being, God has entrusted that in your hand, thinking that it would be safe with you. ദൈവത്തിൻ്റെ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ദൈവം അത് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നുള്ള ഉറപ്പിലാണ്. അതിന് വേണ്ടതായ പത്യോപദേശത്തിൽ അതിനെ വളർത്തുമെന്നുള്ള ഉറപ്പിന്മേലാണ് നിങ്ങളുടെ കയ്യിലേക്ക് അത് തന്നിരിക്കുന്നത്. So today we are dedicating your life as well as the life of the child. So you are entrusting with a great responsibility. വലിയൊരു ഉത്തരവാദിത്വത്തോടുകൂടിയാണ് നിങ്ങൾ ആ ചുമതല ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല, it also proves, this ministry also proves, this child is, I am just taking care of that child and I love my Lord other than my child. എൻ്റെ കുഞ്ഞിനെക്കാട്ടിൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. This is rightly resembles with what Abraham did. അബ്രഹാം പണ്ട് ചെയ്തതിനോട് തുല്യമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരണം. സോ അബ്രഹാം വിചാരിച്ചില്ല, ദൈവമൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് സ്നേഹിക്കുന്നത്, ദൈവം അങ്ങനെയൊക്കെ പറയും, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ല. അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ തൻ്റെ കുഞ്ഞിനെക്കാട്ടിലും അധികം സ്നേഹിച്ചത് കൊണ്ട് അബ്രഹാം പറഞ്ഞു, യെസ്, ഐ ആം റെഡി ടു സാക്രിഫൈസ് മൈ സൺ ഫോർ യു. പ്രൈസ് ദി ലോർഡ്.
In Romans chapter 12 verse 1, we read, we are offering a living sacrifice to the Lord. നമ്മുടെ കൈകൊട്ടിയുള്ള ആരാധനയും പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, the living sacrifice is we are dedicating our child to the Lord, believing that I love my Lord more than my children. Praise the Lord. എൻ്റെ കുഞ്ഞിനെക്കാട്ടിലും ഞാൻ എൻ്റെ ജീവനുള്ള ആരാധനയായി, എൻ്റെ കയ്യിൽ ദൈവം തന്ന ഈ കുഞ്ഞിനെ ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുന്നു. Similarly, what happened in Genesis chapter 22, that the same thing is happening. Paul is reconfirming in Romans chapter 12. I am dedicating, ജീവനുള്ള ആരാധനയായി, I am giving a living sacrifice. And finally, as you know, as I already said, it is a commitment to raise that child in a God way. Let me give you some practical guidelines before I enter into that ministry. പ്രിയ ദൈവമക്കളെ, ഭവനമാണ്, ദ ഹോം ഈസ് ദി ഫസ്റ്റ് ഗുഡ് സ്കൂൾ. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് ഓൺലി ദ സെക്യുലർ സ്കൂൾസ് ദാറ്റ് ആർ ഗോയിങ്. ഹോം ഈസ് എ ഫസ്റ്റ് ഗുഡ് സ്കൂൾ. ഫോർ വാട്ട്? ഫോർ enriching and learning the word of God. ദൈവവചനം പഠിക്കാൻ കേവലം സ്ക്രിപ്ചർ സ്കൂളിൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂറേ ഉള്ളൂ. ബാക്കി സമയം എല്ലാം ദൈവവചനത്തെക്കുറിച്ച് അവർ പഠിക്കേണ്ടത് ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ്. നമുക്ക് പരിമിതമായ സമയമേ ഉള്ളൂ. നമുക്ക് 1 മണിക്കൂർ ഒരു ടീച്ചറിനോട് മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നു, കഴിഞ്ഞു, നമ്മുടെ സ്ക്രിപ്ചർ സ്കൂൾ അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ ഭവനത്തിലാണ് ദൈവവചന പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഭവം ഉണ്ടാകുന്നത്. The values have been learned from the home. Respect, honor, and all this kind of values are been learned from home. നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മളെപ്പോഴും ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, വലുതായാലും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുക, അവരും വലുതാവുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഓരോരുത്തരുടെ കുറ്റമേ വരത്തുള്ളൂ. സോ ദ ചിൽഡ്രൻ ഷുഡ് ലേൺ വാല്യൂസ്. അത് നമ്മുടെ ഭവനത്തിലാണ് സംഭവിക്കേണ്ടത്. നമ്മൾ ഒരാളെക്കുറിച്ച് എപ്പോഴും ദോഷം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലും അത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. So the words that we say, the values that been brought inside our home. അവരെ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ഭവനത്തിൽ നിന്നാണ്. Praise the Lord. അവർ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതും എവിടെ നിന്നാണ്? Praise the Lord. ഭവനത്തിൽ നിന്ന്. അവരെ ആരും മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ കരിയറിനെ കുറിച്ചൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. Praise the Lord. നമ്മുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വേണം കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തായിത്തീരണമെന്ന്, they have to build their dreams inside their house. ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വേണം കുഞ്ഞ് എന്തായിത്തീരണം, അവൻ്റെ സ്വപ്നങ്ങൾ എവിടേക്ക് ചെല്ലണം, ഏത് ഉയരങ്ങളിലേക്ക് അവൻ കീഴടക്കണം, ഏത് ഉയരങ്ങൾ അവൻ താണ്ടണം എന്നുള്ളത് ഭവനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അധ്വാനത്തിൻ്റെ ശീലവും പഠിപ്പിക്കണം. മേക്ക് ദം നോ ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്. പ്രൈസ് ദി ലോർഡ്. KFC എന്ന് പറയുമ്പോൾ ഉടനെ ചാടി എന്നാൽ ഇരിക്കട്ടെ KFC എന്ന് കൊടുക്കാൻ റെഡി ആകരുത്. Praise the Lord. എനിക്കിപ്പോൾ തന്നേ തീരൂ, എനിക്കൊരു ടോയ് കിട്ടിയേ തീരൂ, എനിക്ക് ഐ നീഡ് എ ബൈസിക്കിൾ. ഓക്കെ എന്ന ബൈസിക്കിൾ. നോ, ദേ നീഡ് ടു നോ ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്. ഹൗ ആസ് എ പാരൻറ്റ് യു വർക്ക് ഹാർഡ്, ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക് അവർക്കുണ്ടാകണം. ഒരു 5 രൂപ, ഒരു 5 ദിറം അല്ലെങ്കിൽ ഒരു 10 ദിറം ചിലവാക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ടെന്നുള്ളത് നമ്മുടെ കുഞ്ഞ് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പണ്ട് നാട്ടിൽ ഇരുന്നപ്പം ഞങ്ങളുടെ കൊച്ചുമോൻ മകത്ത് ഒരു പ്രാവശ്യം കടയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന ടോയ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ അതിപ്പം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേഴ്സിൽ പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇൻഫാക്ട് അത് കറക്റ്റായിരുന്നു, കാരണം പൈസയൊന്നും നമ്മൾ ക്യാരി ചെയ്യുന്നില്ല, കാർഡൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. അപ്പം പേഴ്സിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എടുത്ത് വായി പറയാ, പപ്പയുടെ കാർഡുണ്ടല്ലോ എടുത്ത് കൊടുക്കാൻ. കാർഡുണ്ട് എടുത്ത് കൊടുക്കാൻ. സോ വാട്ട് ഐ സെഡ്, നമ്മുടെ കുട്ടികൾ അധ്വാനിച്ചാലേ ജീവിക്കാൻ കഴിയത്തുള്ളെന്നുള്ളത് പഠിക്കണം നമ്മുടെ ഭവനത്തിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ they won't learn the value of hard working. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Finally, let me just finish something. They need to be converted. Praise the Lord. കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്, ഭവനത്തിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർ മാനസാന്തരപ്പെടണം. Praise the Lord. They should be, അവർ ചിലപ്പോൾ സൺഡേ സ്കൂളിൽ വരുന്നവരായിരിക്കും കേട്ടോ. ദ സ്റ്റുഡൻറ്റ് ഇൻ ദ ചർച്ച് ഷുഡ് ബി ഗുഡ് ബിക്കോസ് ദേ നോ ദ സോങ്സ്, ദേ നോ സ്ക്രിപ്ചേഴ്സ്, they may be top in the memory verse competition, anything else, ഇതിനെല്ലാം ടോപ്പായിരിക്കും. ബട്ട്
unless and until that child has not received God, Jesus Christ, as his personal savior, രക്ഷകനായി യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ എത്ര മിടുക്കനാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. Praise the Lord. So make sure that my child would really convert himself or herself, that he may believe in Lord. Praise the Lord. Hallelujah, hallelujah, hallelujah. അപ്പോൾ നമ്മൾ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും എൻ്റെ കുഞ്ഞ് മുടങ്ങാതെ പോകുന്നുണ്ട്. That doesn't matter. അതിനകത്തൊന്നും വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകരുത്. Try to see a marvelous saving work in our child. നമ്മുടെ കുഞ്ഞിൽ ഒരു വലിയ അസാധാരണമായ രക്ഷയുടെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് നമ്മൾ മാതാപിതാക്കൾ ഉറപ്പാക്കിയിരിക്കണം. നമ്മൾ സ്ക്രിപ്ചർ സ്കൂളിൽ തള്ളിവിട്ട് അവിടെ ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്തോളും എന്നല്ല. We have to see that there is a marvelous saving work is happening upon my child. They should be equipped, not entertained. Praise the Lord. അവരെ എന്ത് ചെയ്യണം? എക്യുപ്പ് ചെയ്യണം. അവരെ എൻ്റർടൈൻ ചെയ്ത് വിടുകയല്ല. We need to equip that our child. Praise the Lord. Keep some restrictions always in our things that we do with our child. ഒരു കാര്യം ജീനയോടും ജോൺസണോട് ഞാൻ വളരെ സ്പെസിഫിക്കലി പറയാൻ ആഗ്രഹിക്കുന്നത്, do not entertain your child with any gadgets. മൊബൈൽ ഫോൺ കാണിച്ച്, നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും. Sometimes you feel that you are frustrated. You may feel that I am tired. I am after my job. I am tired. So കുഞ്ഞു കിടന്ന് കരയും. എന്നാ മോനെ കണ്ടോ, just see the video. I know നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് that happens because of the excessive use of this mobile phone. ഒരു 3-4 വയസ്സ് വരെ you don't need to entertain with this kind of gadgets. After that only 15 minutes per day. കാരണം ഇതൊക്കെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോയാലേ പഠിത്തം നടക്കത്തുള്ളൂ. സ്കൂളുകാർ തന്നെ പറയുന്നത് ഈ ഗാഡ്ജറ്റ്സ് കൊണ്ടുവരാനാണ് പറയുന്നത്. ബ്രിങ് യുവർ ഡിവൈസ്. കാലം മാറി. ബട്ട് വി നീഡ് ടു വെരി അഷ്വർ യുവർ സെൽഫ് ദാറ്റ് ഞാൻ എത്ര ക്ഷീണിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞ് കരയാതിരിക്കാനായിട്ട് ഇത് വെച്ച് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. യു ഹാവ് ടു സീരിയസ്ലി തിങ്ക് അബൌട്ട് ദിസ്. ദർ ആർ വേരിയസ് കേസസ് that is very, very live in front of us because of the excessive use of this device. ഇവിടെ ഇരിക്കുന്ന ഇനി മാതാപിതാക്കളാകാൻ പോകുന്നവരും ആ കാര്യത്തിൽ വളരെ ഉറപ്പുള്ളവരായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. This is something that I just want to encourage you. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ